അസ്കറാക്കോ ഞമ്മളെ മോണിക്കലിന്റെ അടുത്തേന്ന് ഞാൻ ഫുഡ് കഴിച്ചായിരുന്നടാ. എനിക്ക് കേട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എന്നാ അവനൊരു ഇങ്ങനെ കുറച്ചൊരു വലിയൊരു സെലിബ്രിറ്റി ആണല്ലോ, ഒരു ജാടി ഇല്ലാത്തൊരു ചെങ്ങായി. ഇത്രക്കൊരു ഒരു നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. സത്യം പറയണം, ഞാൻ മനസ്സ് തട്ടി പറയണ, ഇത്രക്ക് നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. എന്താന്ന് ചോദിച്ചാൽ ഒരു കുറച്ചൊരു വലിയൊരു സെലിബ്രിറ്റി ഇതൊക്കെ ആവുമ്പോൾ ആൾക്കാർക്ക് ഒരു ഇത് കൂടുതലുണ്ട്. ഒരു എന്താ പറയാ, നമ്മളെ ഭാഷയില് പൗറും പത്രാസ് എന്നൊക്കെ പറയില്ല, ഒരു ഗമേണീക്കാരൻ ഗെറ്റപ്പ്. ഈ ചെങ്ങായിക്ക് അങ്ങനത്തെ ഒരു ഇതേ ഇല്ല. ഇന്ന് എൻ്റെ അമ്മോന്റെ കുട്ടിയുടെ കല്യാണിന്നോ, ആ ചെങ്ങായി ഒരാളെയും ഇതാക്കാതെ പിന്നെ വന്നങ്ങാണ്ട് നമ്മളൊക്കെ സീറ്റിന് വേണ്ടി ഫുഡ് കഴിക്കാൻ സീറ്റിന് വേണ്ടി ഇരിക്കണേ, നമ്മളൊക്കെ ഉണ്ടല്ലോ, നമ്മളൊരു സീറ്റിന് വേണ്ടി ഒരാളെ ബാക്കിൽ ഒരാൾ ഇങ്ങനെ നിൽക്കണ ഒരു ഇത് വരുമല്ലോ, അതേപോലെ ഓനും അവൻ്റെ ഫ്രണ്ടും വന്ന് നിൽക്കണ്. പിന്നെ ഓൻ ആരും ഒരു ഇതാക്കണില്ല. ഒരു പിന്നെ ഓനെ എന്താ ഒരു ഞങ്ങളിലെ ഒരാളെ ഇങ്ങാണ്ട് ഓനും കഴിക്കാനിരിക്കണ എൻ്റെ അടുത്താവും ഇരുന്നിണ്ട്. എല്ലാവരും മിക്സ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. എടാ അങ്ങനെയോ ഇരുന്നത്. അത്രക്കും ഞാൻ സത്യമായിട്ട് ഞാൻ ഇന്ന് എൻ്റെ ഗ്രൂപ്പ് കൂടി എൻ്റെ മറ്റേ സ്കൂളിലുള്ള എന്താ മീറ്റപ്പിന്റെ ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക്, സ്കൂൾ ഗ്രൂപ്പ്. അതിലൊക്കെ ഞാൻ ഇതന്നെ വിട്ട്, ഞാൻ ഇന്നോ എൻ്റെ ഈ ഫോട്ടോസ് വിട്ടുങ്ങാണ്ട് ഞാൻ ഇതന്നെ ഞാൻ പറഞ്ഞേ. അത്രക്കൊരു പഞ്ചപാവ ഒരു ചങ്ങാതി, ഒരു ആ വീട്ടിൽ നിന്ന് ഓൻ്റെ വീഡിയോസിൽ പറയണ അതേ ഭാഷ, അതേ ശരിക്കും ഞാൻ കരുതിയിട്ടുണ്ടെന്ന് ആ വീഡിയോസിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയെന്നാണ്. പക്ഷെ എത്രക്കൊരു നല്ലൊരു മനുഷ്യനെന്ന് വെച്ചാൽ നല്ലൊരിത് സത്യമാണടാ. കാരണം എന്താ വെച്ചാല് എല്ലാരും ഇങ്ങനെ പറഞ്ഞു, നേരിട്ട് കാണുമ്പോ ഈ ഒലിപ്പീരൊന്നല്ല, ഈ ഇതൊന്നല്ല, വർത്താനൊന്നല്ല, ഓൻ നേരിട്ട് കാണുമ്പോ ഭയങ്കര ജാടയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നലെ ഇതിനെ നേരിട്ട് കണ്ടു നോക്കുമ്പോഴേ ഒരു വല്ലാത്തൊരു പാവായ ആ പച്ചയായ ഒരു മനുഷ്യന്, ഒരു അന്നെപ്പോലെയൊക്കെ ഉള്ളൊരു ഇതെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ ആരടിയിലും എപ്പോഴാണെങ്കിലും എങ്ങനത്തെ വർത്താനം, എൻ്റെ ഭാഷ മാറ്റി ഇങ്ങോട്ടുള്ള വർത്താനം ഒന്നുമില്ലല്ലോ. അതേപോലെ തന്നെ ആ ചങ്ങായി ഒരു പാവ, ഇങ്ങോട്ടുള്ള ഒരു പാവം എന്നല്ലേ പറഞ്ഞത്, ഒരു നമ്മളെയൊക്കെ പോലത്തെ ഒരു ചങ്ങായി.